എൻ്റെ ദൈവമേ, നിങ്ങൾ ഇതുവരെ പുറപ്പെട്ടില്ലേ എന്ന് മാന്നാർ മത്തായി സ്പീക്കിങ്ങിൽ കടുവാക്കുളം ആൻ്റണിയുടെ ഫേമസ് ഒരു ഡയലോഗുണ്ട്. അത് ഇപ്പോൾ നമ്മളുടെ തിരുവനന്തപുരത്ത് കിടക്കുന്ന F-35B എന്ന വിമാനത്തോട് ചോദിക്കേണ്ട ഗതികേടാണ്. ഇതും ഇതുപോലെയുള്ള പല സിനിമാ ഡയലോഗ് മലയാളം, ഹിന്ദി ഒക്കെ ചേർത്തിട്ട് ഒരുപാട് പേര് മീംസ് ഉണ്ടാക്കിയിടുന്നു, പരിഹസിക്കുന്നു. ഇതൊക്കെയാണെങ്കിലും മെയിൻ സ്ട്രീം മീഡിയ ഇതുവരെ മിണ്ടുന്നില്ല കേട്ടോ. അവരവരുടെ വെബ് എഡിഷനിൽ ചില വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ മെയിൻ TV ചാനലുകളിൽ ഒന്നും തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായതായിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല. എന്തിന് ആ പ്രസിദ്ധ അമേരിക്കൻ വിരോധികളായ ആ ജിഹാദികൾ പോലും ഒരക്ഷരം പറയുന്നില്ല. അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ഇവരെ മാനേജ് ചെയ്തു എന്നാണ് ഞാൻ കരുതുന്നത്. സോഷ്യൽ മീഡിയയിൽ മാത്രമാണ്, യൂട്യൂബിൽ, ട്വിറ്ററിൽ ഒക്കെയാണ് ഇത് കൂടുതലും ചർച്ച ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ കാരണമായിട്ട് ഇപ്പോഴും ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഹൈഡ്രോളിക് പ്രശ്നമാണെന്നാണ്. ഒരു ഹൈഡ്രോളിക് പ്രശ്നം തീർക്കാൻ ഇത്രയും കാലം വേണം? ഇപ്പോൾ വാർത്തകൾ, കൺഫേം ചെയ്ത വാർത്തകൾ, 40 പേരടങ്ങുന്ന ഒരു ടീം ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വാർത്ത തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 7-8 ദിവസമായി. മൊത്തം 18 ദിവസമായി വിമാനം മഴയും വെയിലും കൊണ്ട് അവിടെ കിടക്കുക. അതിനൊരു ഷെഡ് കെട്ടാൻ അവർ സമ്മതിച്ചില്ല, അത് ഹാങ്ങറിൽ മാറ്റാൻ അവർ സമ്മതിക്കുന്നില്ല, അതിലാരും തൊട്ടുപോകരുതെന്ന് പറഞ്ഞ് കാവൽ നിൽക്കുന്നു. നമ്മളുടെ പണ്ട് കൊണ്ടുവന്ന് ഇറക്കിയ പൈലറ്റ് ഉണ്ടല്ലോ, നാരായണൻ തിരിച്ചുപോയി. ഇപ്പോൾ വേറൊരാളും അയാളുടെ ചിങ്കിടിയുമാണ് ഉള്ളത്. എന്തുമായിക്കോട്ടെ, പിന്നീട് അവരുടെ വാർത്ത വരുന്നത് ഹാങ്ങറിലേക്ക് കൊണ്ടുപോകാൻ അവർ അനുമതി നൽകിയെന്ന്. ഏത് ഇന്ത്യക്ക് അവർ അനുമതി നൽകുന്നു? ഇത് ഹാങ്ങറിൽ കൊണ്ടുപോകണമെന്നുള്ളത് ഇന്ത്യയുടെ ആവശ്യമാണ്. അവിടെ ഇപ്പോൾ മഴയത്ത് കിടക്കുന്നത് കിടന്നോട്ടെ, ഇല്ല. ദേ പെർമിറ്റഡ് ഇന്ത്യ ടു ടേക്ക് ഇറ്റ് ദെയർ ഹാങ്ങർ ആഫ്റ്റർ ദേ കമ്മിങ് ടു ട്രിവാൻഡ്രം. അവർ വന്നിട്ട് ഹാങ്ങറിലേക്ക് അവർ നീക്കും. അതിനുള്ള അനുമതി നമുക്ക് തന്നു. ഇതിനെന്താ അർത്ഥം? അവർ നീക്കാൻ നമ്മുടെ അനുമതി എന്തിനാ? എന്ത് വാങ്ങിക്കോട്ടെ, അവരിപ്പോൾ പറയുന്നത് 40 പേര് ഇത് ടോ ചെയ്ത് വലിച്ച് കൊണ്ടുപോകാനുള്ള യന്ത്രവുമായിട്ടാണ് അവരുടെ വരവ് പോലും. 40 പേര് കാൽനടയായിട്ടായിരിക്കും അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നും പുറപ്പെട്ടിരിക്കുക, അല്ലെങ്കിൽ ഇത്രയും ദിവസം എടുക്കില്ലല്ലോ. അവർ പതുക്കെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞും വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ കിടന്നുറങ്ങിയും കാട്ടുകടയിൽ നിന്ന് ദോശയും ചായയൊക്കെ കഴിച്ചും പതുക്കെ ഇങ്ങനെ എത്തും. വലിയ തിരക്കൊന്നുമില്ല F-35B കൊണ്ടുപോകാൻ. എന്താ തിരക്കില്ലാത്തത്? അപ്പം ഞാനിത് അന്വേഷിച്ചു. ഇതൊരു ദുരൂഹമായ സാധനമായിട്ട് കിടക്കുന്നില്ല. അപ്പോൾ അന്വേഷിക്കണമല്ല. എല്ലാ പ്രശ്നത്തിനും ഒരു പൊളിറ്റിക്സ് ഉള്ളതുപോലെ ഇതിൻ്റെ പുറകിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അത് അന്താരാഷ്ട്ര പൊളിറ്റിക്സാണ്. അതിനെയാണ് ആൾക്കാർ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മില്ല. അതുകൊണ്ട് ജിയോ പൊളിറ്റിക്സ്, ജിയോ എക്കണോമിക്സ്, ജിയോ സ്ട്രാറ്റജിക്കൽ ഡിസിഷൻ ഇങ്ങനെയൊക്കെ പറയും. ഇത് കേട്ട് ആരും പേടിച്ചൊന്നും പോകരുത്. അന്താരാഷ്ട്ര 2 രാജ്യങ്ങൾ തമ്മിൽ വരുന്ന പ്രശ്നങ്ങൾ, 2, 3, 4 രാജ്യങ്ങൾ തമ്മിൽ വരുന്ന ചർച്ചകൾ, പ്രശ്നങ്ങൾ, ഇതിനെയൊക്കെയാണ് ജിയോ എന്ന് പറയാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ജിയോ പൊളിറ്റിക്സ് ഇതിന് പുറകിലുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ F-35B ഒരു 9 എണ്ണമോ മറ്റോ മാർച്ചിൽ പോർച്ചുഗീസ് ക്യാൻസൽ ചെയ്തു. അത് F-35B ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ല, അതിന് മുമ്പാണ്. ഇതിപ്പോൾ ജൂണിലാണല്ലോ ഇറങ്ങിയത്. മാർച്ചിൽ തന്നെ പോർച്ചുഗീസുകാർ ക്യാൻസൽ ചെയ്തു. 9 ആണെന്നും പറയുന്നു, കൃത്യ എണ്ണം പുറത്തു വന്നിട്ടില്ല. കാനഡ 85 F-35B വാങ്ങാൻ വെച്ചിരുന്നു. അതിൽ 16 എണ്ണം അവർ വാങ്ങിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളത് വാങ്ങാൻ വരട്ടെ, ഞങ്ങളൊന്ന് പുനരാലോചിക്കട്ടെ, റിവ്യൂ എന്നാണ് കാനഡയിലെ മക്കാർണി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കും ഇതിൽ വലിയ താല്പര്യമൊന്നും കാണുന്നില്ല. മാർച്ച് മാസം മുതൽ, അന്നു മുതൽ ഇതിൻ്റെ പ്രശ്നങ്ങൾ ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പ്രശ്നം പ്രകടമായത് കേരളത്തിൽ വെച്ചാണ് എന്നേ ഉള്ളൂ. അപ്പം നേരത്തെ തന്നെ സംശയമുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ, ഞാനിത് തപ്പിക്കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ പുറത്തു വരുന്നത്. ഈ
ഇലോൺ മസ്ക് ഈ സാധനത്തെ ജങ്ക് എന്നാണ് വിളിച്ചത്, തുരുമ്പ് എന്നാണ്. ഇത് മണ്ടത്തരമാണ്. ഇത്തരം വിമാനങ്ങൾ ഒരുപാട് ജോലികളെല്ലാം ചെയ്യുന്ന ഒരു വിമാനം ഡിസൈൻ ചെയ്തു. മാസ്റ്റർ ഓഫ് നൺ, ജാക്ക് ഓഫ് ഓൾസ് എന്നാണ് ഇലോൺ മസ്ക് പറഞ്ഞത്. എന്നുവെച്ചാൽ എന്തിനേയും സഹായിക്കാനുള്ള പ്രാപ്തിയുണ്ട്, ഒന്നിനെയും നയിക്കാനുള്ള പ്രാപ്തിയില്ല. ഇതാണ് F-35B. മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞു പൈലറ്റ് വെറുതെ ചത്തുപോകുന്നുള്ളതല്ലാതെ വിമാനങ്ങൾ കൊണ്ട് ഇനി പ്രയോജനമില്ല, ഇനി ഡ്രോണുകളുടെ കാലമാണ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ തിയറിയും അദ്ദേഹം അവതരിപ്പിച്ചു. ഏതായാലും ഈ തിരുവനന്തപുരത്തിറങ്ങിയ F-35Bയെ പറ്റി ഇലോൺ മസ്ക് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങേരെ അതിലും വലിയ യുദ്ധത്തിലാണ്. നിന്നെ ഞാൻ ഡോജിനെ കൊണ്ട് പിടിപ്പിക്കൂടാ എന്നാണ് ട്രംപ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഡോജിൻ്റെ നേതാവായിരുന്നു ഇലോൺ മസ്ക്. അങ്ങേരുടെ പീരീഡ് കഴിഞ്ഞു, അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് വഴക്കിട്ടു, എന്തുമായിക്കോട്ടെ, ഇപ്പോൾ ഡോജിൻ്റെ തലപ്പത്ത് ഇലോൺ മസ്ക് ഇല്ല. അവർ തമ്മിൽ വഴക്കൊക്കെ ആയി. പിന്നെ വഴക്ക് നിർത്തി. ഇലോൺ മസ്ക് ഒരു ചുവട് പുറകോട്ടെടുത്തു. ഞാൻ പറഞ്ഞത് ഇച്ചിരി കൂടിപ്പോയി ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. സാരമില്ലടാ പോട്ടെ എന്നൊക്കെ ട്രംപ് പറഞ്ഞു. ഇപ്പോൾ ട്രംപ് പറഞ്ഞു നിന്നെ ഇതേ ഡോജിനെ വെച്ച് ഞാൻ പിടിക്കും എന്ന് പറഞ്ഞു. ഇലോൺ മസ്കും വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്തുമായിക്കോട്ടെ, അവർ വട്ടം ഉടക്കി നിൽക്കുന്നു എന്ന് വെച്ച് ജോലികൾക്കൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്പേസ് എക്സ് ഓപ്പറേഷനൊക്കെ ഇലോൺ മസ്ക് കറക്റ്റായിട്ട് നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ശുഭാംശു ശുക്ലയൊന്നും ശൂന്യാകാശത്തെത്തുമായിരുന്നില്ല. അത് വേറെ കാര്യം. കാര്യത്തിന് അവർ സഹകരിക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇലോൺ മസ്കിൻ്റെ F-35Bയെ പറ്റിയുള്ള അഭിപ്രായവും ഇപ്പോൾ പ്രസക്തമായി വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന നാറ്റോ മീറ്റിങ്ങിൽ വീണ്ടും ഈ പ്രശ്നം പൊങ്ങി വന്നു. തിരുവനന്തപുരത്തെ F-35Bയെ ആരും റെഫർ ചെയ്തില്ല. ബട്ട് ഓസ്ട്രേലിയ പറഞ്ഞു ഈ എല്ലാവർക്കും ഒരു സോവറിനിറ്റിയുണ്ട്, അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്, പരിധികളില്ലാത്ത സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിനുണ്ട്. നാറ്റോ അതിനൊരു പരിമിതിയായിട്ട് മാറുന്നു. പിന്നെ നാറ്റോയിൽ ട്രംപ് നിർബന്ധിച്ച ഒരു കാര്യം, നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ്, അമേരിക്കയാണ്, ഞാനാണ് എല്ലാവർക്കും സംരക്ഷണം കൊടുക്കുന്നത്, എൻ്റെ ചെലവിൽ നീയൊക്കെ സുഖസുന്ദരമായിട്ട് ജീവിക്കുകയാണ്, നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യത എനിക്കാണ്. കാരണം നാറ്റോയുടെ ചാർട്ടർ അനുസരിച്ച് നാറ്റോ അംഗത്വമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ മറ്റാരെങ്കിലും ആക്രമിക്കുകയാണെങ്കിൽ അത് മൊത്തം നാറ്റോ രാജ്യങ്ങളെ ആക്രമിച്ചതായിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ അതിൽ അമേരിക്കയും പെടുമല്ലോ. അമേരിക്ക ചാടി വീണോളും. ഇതാണ് നാറ്റോയുടെ സംവിധാനം. ട്രംപ് പറഞ്ഞു കുറേ കാലമായി എൻ്റെ ചെലവിൽ നിങ്ങളെല്ലാം കഴിയുന്നു, നിങ്ങളുടെ ഡിഫൻസ് ബജറ്റൊക്കെ 2%, 3% ഒക്കെ ഉള്ളൂ, അത് 5% സ്വന്തം ആയുധങ്ങൾ, കാര്യങ്ങൾ, സംവിധാനം, ഡിഫൻസ് ഒക്കെ നിങ്ങൾക്കുണ്ടാവണം. ഇവർ വർഷങ്ങളായിട്ട് ഈ നാറ്റോ കുടക്കീഴിൽ കഴിഞ്ഞിട്ട് ഇവർക്ക് പലർക്കും ഒരായുധങ്ങളും ഇല്ല. ഇംഗ്ലണ്ടിനെങ്ങാണ്ട് 1,00,000 പട്ടാളക്കാരേ ഉള്ളൂ. ഫ്രാൻസിനാണ് കുറച്ചെങ്കിലും ആയുധങ്ങളൊക്കെ ഉള്ളത്. ബാക്കിയുള്ളവരൊക്കെ സുഖമായിട്ട് ജീവിക്കുകയാണ്, വലിയ പട്ടാളക്കാരൊന്നുമില്ല. ജർമ്മനിയുടെ പട്ടാളക്കാരുടെ എണ്ണം ന്യൂയോർക്കിലെ പോലീസിൻ്റെ അത്രയേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് തമാശയുണ്ട്. കാര്യമായിട്ടാണ് ഒരാൾ പറഞ്ഞത്, എന്നാലും അതങ്ങ് തമാശയായിട്ട് എടുത്താൽ മതി. ഈ രീതിയിലിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും 5% ആക്കി GDPയുടെ 5% ഡിഫൻസ് ബജറ്റ് ആക്കണം. നാറ്റോയിലെ അംഗങ്ങൾ സമ്മതിച്ചു. അവർ പറഞ്ഞു ഞങ്ങൾ 2ൽ നിന്ന് 5 ആക്കുകയോ 3ൽ നിന്ന് 5 ആക്കുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ ഞങ്ങൾ ഈ വർദ്ധിപ്പിക്കുന്ന തുകയുണ്ടല്ലോ, ആ തുകയുടെ 3% ഞങ്ങൾ പുതിയ ആയുധങ്ങൾ വാങ്ങാൻ ഉപയോഗിക്കും. 1.5% ഞങ്ങൾ പുതിയ ഇൻഡസ്ട്രി തുടങ്ങാൻ ഉപയോഗിക്കും. 0.5% ഇപ്പോഴുള്ളതിൻ്റെ റിപ്പയർ, മെയിൻ്റനൻസ്, അപ്ഗ്രേഡേഷനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. ഇതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഇവർക്കെല്ലാം ഒരു തോന്നലുണ്ട്, ഞങ്ങൾ ഈ ഡിഫൻസ് ബജറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുക എന്നാണ് ട്രംപ് അർത്ഥമാക്കുന്നത്. അമേരിക്കയുടെ ആയുധ വ്യാപാരം കൂട്ടുക. അതിന് ഇപ്പോൾ ഇവർ തയ്യാറല്ല. കാരണം അവർ പറയുന്നത് ഏതെങ്കിലും ഒരു ദിവസം അമേരിക്കയും യൂറോപ്പും തമ്മിൽ തെറ്റുന്നു എന്ന് വയ്ക്കുക. യൂറോപ്പ് പ്രധാനമായിട്ടും ഫ്രാൻസ്, ഇറ്റലി, ജർമ്മനി, ഈ രാജ്യങ്ങൾ, പിന്നെ ഓസ്ട്രേലിയ, കാനഡ. അപ്പോൾ ഓസ്ട്രേലിയയും കാനഡയും യൂറോപ്പല്ല, യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങൾ, പോളണ്ട് അടക്കം, ഇവരൊക്കെ ഒരു ബ്ലോക്കാകുകയും അമേരിക്കയെ എതിരാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതി വന്നു എന്ന് വിചാരിക്കുക.
ഇവരുടെ കയ്യിലിരിക്കുന്നതെല്ലാം അമേരിക്കയുടെ ആയുധങ്ങളാണ് താൻ. അപ്പോൾ പിന്നെ അമേരിക്കയുമായിട്ട് എങ്ങനെ ഫൈറ്റ് ചെയ്യും? F-35 ഒരു പ്രശ്നം ഓസ്ട്രേലിയ കുത്തിപ്പൊക്കി. ഓസ്ട്രേലിയ പറഞ്ഞു F-35 ഏത് രാജ്യത്തിനെതിരെ ഉപയോഗിക്കാം, ഏതിനെതിരെ പാടില്ല എന്ന് അമേരിക്കയുടെ പെർമിഷൻ വാങ്ങണം. F-35 യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഈ പെർമിഷൻ വാങ്ങണം. നമ്പർ 2, ഈ F-35 എല്ലാം ലോക്ക് അഥവാ സോഫ്റ്റ്വെയറിൻ്റെ ഫൈനൽ കീ അതിരിക്കുന്നത് അമേരിക്കയുടെ കയ്യിലാണ്. അത് അവർക്ക് തോന്നിയാൽ മാത്രമേ തരുള്ളൂ. ഇതെന്തൊരു സ്വാതന്ത്ര്യം, ഇപ്പോൾ എന്ത് സോവറിനിറ്റി ഞങ്ങൾക്ക്? നിങ്ങൾ പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ആയുധം വാങ്ങുക, ആ ആയുധത്തിൻ്റെ താക്കോല് നിങ്ങളുടെ കയ്യിൽ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തരും, തരില്ല. തുർക്കിക്ക് F-35B വേണമെന്നുണ്ടായിരുന്നു. തുർക്കി നാറ്റോയിലുള്ള രാജ്യമാണ്. തുർക്കി പക്ഷേ റഷ്യയിൽ നിന്ന് S-400 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ ഒരു പോളിസിയാണ് S-400 ആരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ അവർക്കൊന്നും തന്നെ F-35B കൊടുക്കില്ല. ഇതായിരുന്നു ആദ്യത്തെ കണ്ടീഷൻ. അമേരിക്ക ട്രംപ് ഇട്ടതല്ല, അതിന് മുമ്പേയുള്ള കണ്ടീഷനാണ്. അപ്പോൾ തുർക്കി പറഞ്ഞു എനിക്ക് F-35B വേണമെന്നുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ S-400 ഉണ്ട്, അതുള്ളതുകൊണ്ട് താനിത് തരുകയില്ലല്ലോ. ട്രംപ് പറഞ്ഞു അതാർക്കെങ്കിലും വിൽക്കടോ. S-400 ചുമ്മാ എടുത്തങ്ങ് വിൽക്കാൻ പറ്റുമോ? ആരും മേടിക്കാൻ? ഇന്ത്യയോടാണെങ്കിൽ ലിബറലാണ് ട്രംപ്. S-400 ഉണ്ടെങ്കിലും കുഴപ്പമില്ല ചേട്ടന്, ഞാൻ F-35 തരാൻ കേട്ടോ. മോദി ആലോചിക്കാം എന്നും പറഞ്ഞു. ഇറ്റ്സ് എ ഗുഡ് ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ട് മോദി അങ്ങ് സ്കൂട്ടായി. കാരണം ഈ കുന്തം വാങ്ങാൻ മോദിക്കും താല്പര്യമില്ല. എന്ന് വെച്ച് ഇത് മോശമാണെന്നല്ല, ഇതിന് നല്ല കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഗൗരവമായിട്ട് ഈ Su-57 പിന്നെ F-35 ഇത് തമ്മിൽ താരതമ്യം ചെയ്തിരുന്നു. F-35നും നല്ല സപ്പോർട്ട് നമ്മുടെ മിലിറ്ററിയിലുണ്ടായിരുന്നു. അപ്പോൾ മിലിറ്ററിക്കാർ പറയുന്നത് F-35 ഒരു മോശം ക്യാരി ബാഗാണ്. നമ്മൾ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ക്യാരി ബാഗ് കൊണ്ടുപോകില്ല. ഈ ക്യാരി ബാഗ് മോശമാണ്, പക്ഷേ ക്യാരി ബാഗിനുള്ളിൽ സ്വർണ്ണമുണ്ട്. അതാണ് F-35. Su-57 കാണാൻ നല്ല ഭംഗിയുള്ള നല്ല ഉറപ്പുള്ള ഒരു ക്യാരി ബാഗാണ്, പക്ഷേ അതിനകത്ത് ഉരുളക്കിഴങ്ങും സവാളയൊക്കെയാണ്. ഇങ്ങനെയാണ് ഒരു ജനറൽ ഇംപ്രഷൻ ഉണ്ടായത്. അപ്പോൾ ഈ ബാഗ് ഏത് വാങ്ങണം എന്ന് ബേസിക്കലി തീരുമാനിച്ചാൽ മതി. അതിനുള്ളിൽ വയ്ക്കുന്ന സ്വർണ്ണമോ ഉരുളക്കിഴങ്ങോ ആണോ വേണ്ടതെന്നൊക്കെ ഉള്ളത് നമ്മൾ തീരുമാനിക്കുക. വാങ്ങിച്ചിട്ട് നമ്മളതിനകത്ത് എന്തൊക്കെ കൂട്ടിച്ചേർക്കുന്നോ അതാണ് ആ വിമാനത്തിൻ്റെ കപ്പാസിറ്റി. ഈ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ് അമേരിക്ക ഇതിൻ്റെ ഒരു കഷ്ണം ഫൈനൽ താക്കോല് അവരുടെ കയ്യിൽ വയ്ക്കുന്നത്. ഇങ്ങനെ വയ്ക്കുന്ന വിമാനം വാങ്ങാൻ ഇപ്പോൾ ആൾക്കാരില്ല. അതുകൊണ്ട് വിമാനത്തിൻ്റെ ഓർഡറുകൾ കുറഞ്ഞു. കാനഡ കുറച്ചപ്പോൾ തന്നെ വലിയ കുറവായല്ലോ. ഓസ്ട്രേലിയ വേണ്ടെന്ന് വെച്ചു, പോർച്ചുഗീസ് വേണ്ടെന്ന് വെച്ചു, തുർക്കിക്ക് കൊടുക്കില്ല, അല്ലെങ്കിൽ തന്നെ വാങ്ങണോ എന്നൊക്കെ സംശയം. ഇതെല്ലാം നിന്നപ്പോൾ ഇതിനകത്ത് ബോൾഡായ ഒരു ഡിസിഷൻ എടുത്തത് ഇംഗ്ലണ്ടാണ്. കെയർ സ്റ്റാമർ നേരത്തെ മുതൽ ഈ നമ്മളുടെ സെലൻസ്കി ട്രംപ് വാക്ക് തർക്കം നടന്നില്ല. അടിയല്ലാത്തതെല്ലാം കഴിഞ്ഞൊരിക്കൽ ഓവൽ ഓഫീസിൽ വെച്ച് വാടാ പോടാ വിളിയൊക്കെ എണീക്കടാ നീ പോടാ ഇറങ്ങാ പച്ച വെള്ളം കൊടുത്തു പോരുത് ഇവനെന്നൊക്കെ പറഞ്ഞിട്ട് ട്രംപ് സെലൻസ്കിയെ ഇറക്കി വിട്ട സംഭവം. ഇറങ്ങിപ്പോയ സെലൻസ്കി നേരെ പോയത് ആരുടെ അടുത്തേക്കാണ്? ഇംഗ്ലണ്ടിൽ കെയർ സ്റ്റാമറിൻ്റെ അടുത്തേക്കാണ്. കെയർ സ്റ്റാമർ നാറ്റോയിൽ വളരെ ശക്തമായിട്ട് യുക്രൈനു വേണ്ടി വാദിക്കുന്ന ആളാണ്. യുക്രൈനെ അമേരിക്ക ഉപേക്ഷിച്ചത് ശരിയല്ല എന്ന് ശക്തമായിട്ട് വാദിക്കുന്ന ആളാണ്. ട്രംപിനോട് ഒരുതരം അസ്ഥിയിൽ പിടിച്ച വിരോധമുള്ള ആളാണ് സ്റ്റാമർ. അതുകൊണ്ട് സ്റ്റാർമർ ട്രംപിനിട്ട് ഒരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. F-35B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത്ര വലിയ സാധനമൊന്നും അല്ല എന്ന് എല്ലാവർക്കും അറിയാം, അമേരിക്കയ്ക്ക് പോലും അറിയാം. അതുകൊണ്ട് അമേരിക്കൻ നാവികസേന ഇതിൻ്റെ എണ്ണം കുറച്ചു. അവർ ഒരുപാട് ഓർഡർ കൊടുത്തിരുന്നതാണ്. US മറൈൻസ്, US ആർമി, US നേവി ഒക്കെ ഓർഡർ കൊടുത്തിരുന്നതാണ്. ഒക്കെ കുറച്ചു. 50%, 60% കുറച്ചു. 100 എണ്ണം വേണം സ്ഥലത്ത് 40 എണ്ണം മതി ചേട്ടാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ് ഇവരുടെ ഓർഡർ ബുക്ക് ചെറുതായി വന്നു. ബട്ട് ഇറ്റ് വാസ് സോ ഹ്യൂജ്. 200 F-35Bക്കുള്ള ഓർഡർ ഉണ്ടായിരുന്നു. അത് കുറഞ്ഞിട്ട് ഇപ്പോൾ 50-60 ആയിട്ടുണ്ട്. 50-60 F-35B എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ഭാരമാണ് ആ ഫാക്ടറിക്ക്.
ഒരു മൈൽ നീളമുള്ള ഫാക്ടറിയാണ് ലോക്ഹീഡ് മാർട്ടിൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൊളിറ്റിക്സ്. ലോകം മൊത്തം F-35 സീരീസിൻ്റെ F-35A, B, C ഈ 3 സീരീസിൻ്റെയും മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുന്നു. ഈ ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്നുള്ള നിലയ്ക്ക് ഈ കീർ സ്റ്റാർമർ റോയൽ നേവിയോട് പറഞ്ഞിട്ട് ഒരെണ്ണം ഒരു ഏടാകൂടം പിടിച്ച സ്ഥലത്ത് തട്ടട എന്ന് തീരുമാനിച്ചു. അവർ നോക്കിയപ്പോൾ തിരുവനന്തപുരമാണ് ഇതിന് പറ്റിയത്. കപ്പലിൽ നിന്ന് കൊണ്ടുപോകാൻ കാറ്റാണ്, മഴയാണ് ചേട്ടാ, എണ്ണ തീർന്നു, പിണ്ണാക്ക് തീർന്നു എന്നൊക്കെ പറഞ്ഞ് ഇറക്കാൻ പറ്റിയൊരു സ്ഥലം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം നമുക്കറിയാമല്ലോ, അന്താരാഷ്ട്ര വിമാനത്താവളം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും താരതമ്യേന ചെറിയ വിമാനത്താവളമാണ്. കൊച്ചിയുമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് എടുത്തു കഴിഞ്ഞാലും ഒക്കെ ചെറുതാണ് തിരുവനന്തപുരം. സൗകര്യങ്ങളും കുറവാണ്. അപ്പോൾ അവിടെ ഇറക്കിയിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടക്കുകയും ചെയ്യും. ഇന്ത്യക്ക് വലിയ ശല്യം ഉണ്ടാവില്ല, ലോകം മുഴുവൻ ഇത് അറിയുകയും ചെയ്യും, അവിടെ കിടക്കട്ടെ. അങ്ങനെ അവിടെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോൾ റിപ്പയറിന് ശരി 40 പേര് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇതുവരെ എത്തിയിട്ടില്ല. നോക്കാനും ചോദിക്കാനും ആരുമില്ലാതെ F-35B കിടക്കുന്നു. അതിനെ ചൊല്ലി വേണ്ടാത്ത കലഹം ഉണ്ടാകുന്നു. ഈ കലഹം നടക്കുന്നിടത്തെല്ലാം പൊളിറ്റിക്സും വരുമല്ലോ. ആ പൊളിറ്റിക്സാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്, നാറ്റോയും അമേരിക്കയും തമ്മിലുള്ള പൊളിറ്റിക്സ്. അതിൽ ബ്രിട്ടൻ നടത്തിയിരിക്കുന്ന സമർത്ഥമായൊരു നീക്കമാണ് F-35Bയുടെ വിശ്വാസ്യത മുഴുവൻ തകർത്ത് കളഞ്ഞെന്ന ഒരു നീക്കമാണ് ഈ നടന്നിരിക്കുന്നത് എന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു സംസാരം തുടങ്ങിയിരിക്കുന്നു. ഇതൊന്നും കൺഫേം ന്യൂസല്ല. ഞാൻ ഗൂഗിളിൽ തപ്പി ChatGPTയോട് ചോദിച്ച്, ജെമിനിയോട് ചോദിച്ച്, അവരോട് ചോദിച്ച്, ഇവരോട് ചോദിച്ച് ഒക്കെ കളക്ട് ചെയ്ത ഇൻഫർമേഷനാണ്. ആർക്കും കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട് ഈ ടീം വരുന്നില്ല എന്നുള്ളതിന് ഉത്തരമില്ല. ദേ ആർ ഓൺ ദ വേ, ദേ ആർ സ്റ്റാർട്ടിങ്, ദേ വിൽ ലാൻഡ് അറ്റ് എനി ടൈം, ഇങ്ങനെയൊക്കെ പറയുന്നതല്ലാതെ കക്ഷികൾ എത്തിയിട്ടില്ല ഇതുവരെ. അതും 40 പേര് കൂടി ഒരു വിമാനം നന്നാക്കാനായിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇത് തോളത്ത് വെച്ചുകൊണ്ട് പോകാനുള്ള പ്ലാനാണ്. 40 പേര് ഒരു 10 നില കെട്ടിടം പണിയുന്നിടത്ത് പോലും 40 ജോലിക്കാരെ കാണാൻ പറ്റില്ല. ആ സ്ഥലത്താണ് 40 എൻജിനീയറിംഗ് ടെക്നീഷ്യൻസ്, ലോക്ഹീഡ് മാർട്ടിൻ, ഇംഗ്ലണ്ട് ഒക്കെ കൂടെ കേരളത്തിലേക്ക് വെച്ച് പിടിക്കുന്നു. അതുകൂടാതെ ഇത് വലിച്ചുകൊണ്ട് പോകാനായിട്ട് ടോയിങ് വെഹിക്കിൾ വേറെ. അപ്പം ഞാൻ ചോദിച്ചു, അതേ ഇതിൻ്റെ ബാറ്ററിയൊക്കെ തീർന്നു പോയി കാണില്ല ചേട്ടാ, 10-18 ദിവസമായല്ലോ. ഈ ഇലക്ട്രോണിക്സ് മുഴുവൻ ഇലക്ട്രോണിക്സ് ആണല്ലോ ഇതിനകത്ത്, കമ്പ്യൂട്ടർ. ഇതിന് ബാറ്ററി ഇല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ പ്രാണം പോകും. അല്ലെങ്കിൽ അത് ഫേസ് ബൈ ഫേസ് ഷട്ട് ഡൗൺ ചെയ്യണം. ഈ ഷട്ട് ഡൗൺ ചെയ്ത കമ്പ്യൂട്ടറുകൾ രണ്ടാമത് ഓൺ ചെയ്ത് കൊണ്ടുവരാനൊക്കെ വലിയ പാടാണ്. അപ്പോൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയൊരു സിസ്റ്റം എങ്ങനെ പവർ ചെയ്യുന്നു? ഇപ്പോൾ അതിന് കിട്ടിയ ഉത്തരമാണ് രസം. അത് ഗ്രൗണ്ട് പവർ യൂണിറ്റ് ഉണ്ട്, GPU, അത് വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെ ഫോട്ടോ പുറത്ത് വരുമല്ലോ. ഇതിൻ്റെ അടുത്തുകൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ അപ്പം ഫോട്ടോയും ബഹളമൊക്കെ തൊട്ട് പോകരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഇന്തപ്പനാണ്ടം വലിയ ഗ്രൗണ്ട് പവർ യൂണിറ്റ് കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്തതായിട്ടൊരു ഫോട്ടോ വന്നിട്ടില്ല, വാർത്തയുമില്ല. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയല്ല, അത് ചെറിയ പവർ യൂണിറ്റ്. ആദ്യം HMS മറ്റേ പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് 4 പേര് വന്നിരുന്നല്ലോ, അവർ ചെറിയ പവർ യൂണിറ്റ് കൊണ്ടുവന്ന് ഘടിപ്പിച്ച് കാണും. ഞാൻ പറഞ്ഞു, ഘടിപ്പിച്ച് കാണുമെങ്കിൽ അത് കാണണ്ടേ? ഇല്ലല്ലോ, കാണുന്നില്ലല്ലോ. ഇനി അഥവാ അതുണ്ടെങ്കിൽ അതോടണമെങ്കിൽ പെട്രോളോ ഫ്യൂൽ എന്തെങ്കിലും അടിക്കണ്ടേ അതിൽ, ഡീസലോ മണ്ണെണ്ണയോ എന്തെങ്കിലും. അതടിക്കുന്നതായിട്ടും കാണുന്നില്ല. അപ്പോൾ വളരെ ചെറിയ പവർ യൂണിറ്റ് ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് അതിൻ്റെ ഫ്യൂല് തീർന്നിട്ട് അത് നിന്ന് പോകും. അതാണല്ലോ ഈ ഓൾട്ടർനേറ്ററായിട്ട് വർക്ക് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കി ഇതിന് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സാധനവും കാണുന്നില്ല, അതിന് ഓയിൽ ഒഴിക്കുന്നതും കാണുന്നില്ല, ഒന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഈ കമ്പ്യൂട്ടറുകൾ ഏത് സ്റ്റേജിലാണ്? ഡെഡ് സ്റ്റേജിലാണോ ഇപ്പോൾ? ശരിയാണ്, കമ്പ്യൂട്ടറുകൾക്ക് സ്വയം ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റും. ബാറ്ററി താഴുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓരോ കമ്പ്യൂട്ടറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഷട്ട് ഡൗൺ ചെയ്ത് എല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ ബാറ്ററിയും ചാവും. ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം.
പിന്നെ ഇത് രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കാൻ കുറച്ച് റിസ്ക്കാണ്. ബാറ്ററി ചിലപ്പോൾ പുതിയത് കൊണ്ടുവരേണ്ടി വരും, ബാറ്ററി പഴയതാവും. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം കയറുമെന്നേ. ഇത്രയധികം സീൽഡായിട്ടുള്ളൊരു സാധനം കണ്ടിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ പെയ്യുന്ന മഴ നിരന്തരം 15 ദിവസം ഒരു പാട്ടപ്പുറത്ത് വീണ് കഴിഞ്ഞാൽ അത് അകത്തേക്ക് കയറാതിരിക്കുമോ? ഒരു തുള്ളി വെള്ളം, ഒരു തുള്ളി വെള്ളം കയറിയാൽ മതി ഇതിൻ്റെ പ്രാണം പോകും, ആ സ്ഥലത്തെ പ്രാണം പോകും. ഇത്രയും വിലപിടിപ്പുള്ള ഒരു വിമാനം ഇത്ര ദിവസം, 18 ദിവസം, ഇന്ന് 19ാമത്തെ ദിവസവും മറ്റുമാണ് മഴയും വെയിലും കൊണ്ട് കിടക്കുന്നു. ഹാങ്ങറിലേക്ക് മാറ്റുകയില്ല, അങ്ങനെ ചെയ്യില്ല. പരമരഹസ്യമാണ്, തൊട്ടാൽ പൊട്ടിത്തെറിക്കും, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നത്. നാണമില്ലേ യുവന്മാർക്കൊക്കെ? ഈ വിമാനവും കൊണ്ട് നടന്ന് സായിപ്പ് നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒന്നുമില്ലെങ്കിൽ ആ ഇലോൺ മസ്ക് സത്യസന്ധനാണ്, ഉള്ള കാര്യങ്ങൾ പറഞ്ഞ് ഇത് ജങ്കാണ് കേട്ടോ, വെറുതെ ആളെ പറ്റിക്കാൻ ഇറക്കിയിരിക്കുകയാണെന്ന് പറഞ്ഞു. അതാണ് സത്യം എന്ന് എനിക്ക് തോന്നുന്നു. യൂറോപ്പ് ഇപ്പോൾ പറയുന്നത് ഞങ്ങൾ ഈ അമേരിക്കയുടെ നിന്ന് ഈ F-35 കുന്തമൊന്നും വാങ്ങേണ്ട കാര്യമില്ല ഞങ്ങൾക്ക്. ഫ്രാൻസിന് റഫാലുണ്ട്, ആ റഫാൽ അവർ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണ്. സ്വീഡന് ഗ്രോപ്പിൻ ഉണ്ട്. എയർബസ് ഇൻഡസ്ട്രീസ് നല്ല ഒന്നാന്തരം വിമാനങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എയർബസ്. ബോയിങ് പോലെ എയർബസ് വളരെ പോപ്പുലറായ പാസഞ്ചർ ഫ്ലൈറ്റാണല്ലോ. അവർക്ക് യുദ്ധവിമാനം ഉണ്ടാക്കാൻ കുഴപ്പമൊന്നുമില്ല. ഫ്രാൻസും ഇറ്റലിയും ചേർന്നാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത് എയർബസ്. എന്നാലും ഫ്രാൻസാണ് കൂടുതലും അതിൻ്റെ കോൺട്രിബ്യൂഷൻ. സോ അവർക്ക് അവരുടേതായ വിമാനങ്ങൾ, ആയുധങ്ങൾ ഉണ്ടാക്കാൻ കെൽപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ 5% ഞങ്ങളുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കും. ബട്ട് ഡോണ്ട് എവർ തിങ്ക് ദാറ്റ് വി വിൽ ടേക്ക് മെറ്റീരിയൽ ഫ്രം അമേരിക്ക എന്നാണ് നാറ്റോയിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരൊറ്റ F-35B കൊണ്ട് സംഗതി ചക്ക കുഴയുന്ന പോലെ കുഴഞ്ഞിരിക്കുകയാണ്. എന്ത്? നമ്മളുടെ ജിയോ പൊളിറ്റിക്സ് ഒന്നുകൂടെ കുഴയട്ടെ. താങ്ക് യു.